നമുക്ക് ഒരു ഭ്രാന്തന്റെ വായ്ത്താളം കേട്ടാലോ? കേൾക്കാം. നിങ്ങൾക്ക് ഖുർആൻ കത്തിക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ തരാം, ഖുർആൻ തരാം, കത്തിക്കാൻ പറ്റും. അല്ലടാ കൊണാണ്ടറാ, നിനക്കും കത്തിച്ചാ പോരെ? നീ എന്തിനാ പാവങ്ങളെ നോക്കിയിട്ട് പറയണ കത്തിക്കാവോ കത്തിക്കാവോ? നീയും കത്തീരടാ കത്തീരടാ നീ. സ്മൃതി തരട്ടെ, നിങ്ങൾക്ക് കത്തിക്കാൻ ധൈര്യമുണ്ടോ? പറ്റോ? മനുസ്മൃതി കത്തിക്കാൻ ധൈര്യമുള്ള ആളുകൾ എത്ര പേരോട് ഉണ്ട്? എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ ഇവിടെ കത്തിച്ച് കാണിച്ചു തരാം. ഖുർആൻ കത്തിക്കാൻ എനിക്ക് ധൈര്യമില്ല, ഉള്ള കാര്യം പറയാലോ. സിയാന് ധൈര്യമുണ്ടോ ഖുർആൻ കത്തിക്കാൻ? ഇല്ല. ഖുർആൻ കത്തിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒരാള്. എന്താണ് ഈ 2 3? ഓക്കെ, യെസ്. ഒന്ന് കത്തിക്കണുണ്ടോ? കത്തിച്ച് കഴിഞ്ഞിട്ടൊന്ന്. അപ്പൊ അവിടെ തന്നെ 4 പേര് ഖുർആൻ കത്തിക്കാൻ തയ്യാറായി കൈ പൊക്കിയിട്ടുണ്ട്. ഇടാ കത്തീരടാ, നീ കത്തീര്. നിനക്കെന്താ അത് കത്തിക്കാൻ അത്ര ബുദ്ധിമുട്ട്? നീ എന്തിനാ ആളെ നോക്കുന്നത്? നീ എന്തിനാണ് ഈ ആഹ്വാനം കൊടുക്കണേ? കത്തിക്കണമെങ്കിൽ ധൈര്യമായിട്ട് കത്തീരടാ, കൂട്ടിയിട്ട് കത്തീര്. ഖുർആൻ കത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നല്ല കഞ്ചാവ് അടിച്ചാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 3 പുസ്തകങ്ങളുടെ ഒരു വ്യത്യാസം പറഞ്ഞുതരാം. എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് ഇത് കാണുന്നവർക്ക് ഞാനെന്താ ഇങ്ങനെ വെറുതെ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം വേണമല്ലോ, അതുകൊണ്ട് പറയുന്നത്. ഇവിടെ മനുസ്മൃതി കത്തിക്കാൻ ഇവനല്ല ആഹ്വാനം കൊടുക്കുകയല്ല, യഥാർത്ഥത്തിൽ ചെത പോലെ ഉണ്ടാക്കി ആ ചെതയിലേക്ക് ഇട്ട് കത്തിച്ച ഒരാളുണ്ട്, നമ്മുടെ നിയമമന്ത്രിയാ അംബേദ്കർ. പുള്ളി അത് കത്തിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹിന്ദുവായി ജനിച്ചു, അതെൻ്റെ കുറ്റമല്ല, പക്ഷേ ഞാൻ ഹിന്ദുവായി മരിക്കുന്നത് എൻ്റെ കുറ്റമാണ്, അതുകൊണ്ട് ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെയും ചേർത്തുകൊണ്ട് പുള്ളി ബുദ്ധമതം സ്വീകരിച്ചു. അങ്ങനെ ഒരു തീരുമാനം പുള്ളി എടുക്കാനുണ്ടായ കാരണം ഈ മതത്തിലെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ്. ഷെഡ്യൂൾ കാസ്റ്റിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ അദ്ദേഹം എടുത്തൊരു തീരുമാനമാണത്. എന്താണ് മനുസ്മൃതിയിൽ പറയുന്നത്? കൊതഭോഗം തൊട്ട് ഇങ്ങേയറ്റം വെറുവാക്കിലകട അത്രയുമുള്ള ഒരു സാധനമാണ് ഈ മനുസ്മൃതി. എനിക്കതിനകത്ത് ഏറ്റവും വെറുപ്പുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ജാതീയ വിഭാഗീയതയാണ്. ലോകരാജ്യങ്ങളിലുണ്ട്, എവിടെ നോക്കിയാലും ഉണ്ട് ഈ വർണ്ണവിവേചനം. കറുത്തവർ വെളുത്തവർ, വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. എല്ലാം ദൈവത്തിന്റെ പടപ്പുകൾ എന്ന് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രം. ബാക്കി എല്ലാത്തിലും ഉണ്ട് ഈ സുന. അപ്പൊ പറയുന്നത് ബൈബിളിൽ ഉണ്ടായില്ല. ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവാണ് പൊയ്കയിലപ്പച്ചൻ. ആരാ പൊയ്കയിലപ്പച്ചൻ? എവിടെയുണ്ട് 5 ദൈവമുള്ളത്, കൈവഞ്ച ദൈവം. അങ്ങേരുടെ പിന്നെ സഭയുടെ പേര് അങ്ങനെയല്ല, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നാണ്, PRDS. ഈ PRDS ഉണ്ടാകുന്ന ഒരു ചരിത്രമുണ്ട്. പുള്ളി ആദ്യം പറയ സമുദായത്തിലാണ് ജനിച്ചത്. പറയ സമുദായത്തിൽ ജനിച്ച ആള് മതം ഇൻട്രസ്റ്റഡ് ആയി മുസ്ലിമിലാവാൻ പറ്റാതെ, അതായത് സുനാ വെട്ടണമേ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തോട്ട് കയറി ക്രൈസ്തവ മതത്തിലോട്ട്. പറയ സമുദായത്തിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ടെന്നും അവരെ വേറൊരു വിഭാഗീയത ഉണ്ടെന്നും പുള്ളിക്ക് മനസ്സിലായപ്പോൾ പുള്ളി ഒരു തീരുമാനമെടുത്ത് വേണ്ട എന്ന് വെച്ചാൽ ഇവിടെ ലത്തീൻസ് ഉണ്ട്, കടൽ സംബന്ധമായി കിടക്കുന്നവർക്ക് ലത്തീൻസ്, അവരെ കാത്തോലിക്കരെടുക്കൂല, മാർത്തോമക്കാരെ കാത്തോലിക്കരെടുക്കത്തില്ല, മറ്റേ വേറെ കനാനായക്കാരെ മറ്റവരെടുക്കത്തില്ല. ഈ വിഭാഗീയത വ്യത്യാസം ക്രൈസ്തവരിലുണ്ട്. ഇതില്ലാത്ത ഒരേ ഒരു വിഭാഗം ഇസ്ലാമിയരാണെന്ന് ഓർത്തുകൊണ്ട് എന്തിനാടാ ഖുർആൻ കത്തിക്കുന്നത്? അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ബൈബിളും കൊണ്ട് ഇറങ്ങി ചെന്നവരാണ് ഈ പറയ സമുദായത്തിലെ പൊയ്കയിൽ അപ്പച്ചനും ടീമും. പുള്ളിയുടെ കൂടെ വന്നവരൊക്കെ തന്നെ പുള്ളി ഈ പറയുന്ന ദൈവത്തിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു കോമഡി സീനാണ്. പുള്ളി എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇവരെ എല്ലാവരും കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ വേർതിരിവ് മനസ്സിലായി, ഇങ്ങനെ വേർതിരിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെന്നും മറ്റ് സമുദായങ്ങളിൽ നിന്ന് വന്നവരെയും താണ ജാതിക്കാരെയും ഒക്കെ ഇവർ തനിയെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്നും ക്രൈസ്തവർക്ക് അങ്ങനെ ജാതീയ വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പുള്ളിക്കൊപ്പം വന്ന പറയ സമുദായത്തിനെ ബോധവൽക്കരിക്കാൻ വേണ്ടി ചെയ്തത് ആദ്യം യേശുവിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്ക് യേശപ്പൻ്റെ കണ്ണ് നോക്ക്, നല്ല പൂച്ചക്കണ്ണുള്ള വെളുവിളായിരിക്കുന്ന ദൈവം നമ്മുടെ ദൈവം എങ്ങനെയാവും? നമ്മുടെ ദൈവം കറുത്തല്ലേ ഇരിക്കേണ്ടത്? നമ്മൾ പറയ സമുദായക്കാരല്ലേ, നമ്മുടെ കളറല്ലേ വരേണ്ടത്? ഇത് നമ്മുടെ ദൈവമൊന്നുമില്ല, ഇത് സാത്താൻ്റെ രൂപമാണ്, നമുക്കിത് വേണ്ട, കത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് ബൈബിൾ എടുത്തിട്ട് അങ്ങ് കത്തിക്കുകയാണ്. അന്യായ ചെയ്തല്ലേ ചെയ്ത് ബൈബിൾ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് എന്താ ചെയ്ത്? അതിനകത്ത് ആ വിഭാഗീയത ഉണ്ട്, അതുകൊണ്ട് അത് കത്തിക്കേണ്ട പുസ്തകമാണ് എന്ന് അയാൾ കത്തിച്ചു, അത്ര തന്നെ. എന്നിട്ട് അവിടെ ഈ പമ്പയാറിൻ്റെ കൈതോടുകൾ അവിടെ വഴി പോകുന്നുണ്ട്, പത്തനാപുരത്താണ്, പത്തനംതിട്ടയിലാണ്. ഇവിടെ എവിടെയാണ്? പമ്പയുടെ സൈഡിൽ തന്നെയാണ്. പുള്ളി എന്ത് ചെയ്തെന്നറിയാം? ഇതിനകത്തോട്ട് എല്ലാവരുടെ അടുത്തും ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി മാമോദീസ മുക്കി ഇവരെല്ലാം ക്രിസ്ത്യാനിയാക്കിയ ആൾക്കാരെ എല്ലാം ഈ നദിയിൽ മുക്കിയിട്ട് ഇങ്ങേര് വിമോചിപ്പിച്ചു. ഞാൻ നിങ്ങളെല്ലാം വിമോചിച്ചിട്ടു, അത് വേറെ തരം മാമോദീസയാണ്. എന്നിട്ട് പറഞ്ഞ്, ഞാൻ എൻ്റെ ഭാര്യ 2 മക്കൾ, അമ്മ, ഞങ്ങൾ 5 പേരാണ് ദൈവം, ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ ദൈവം. PRDS എസ്റ്റാബ്ലിഷ്ഡ്. ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചോണ്ട് പോയി. എന്തുകൂടെ ഈ കിടന്ന് കാണിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതരം ഇതാണ്, ഞങ്ങളുടെ പുതിയ സംവിധാനം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS. ആ PRDS ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈബിൾ കത്തിച്ച ആളാണ്. എന്തുകൊണ്ട് കത്തിച്ചെന്നാൽ അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ട്, അത് പൊതുസമൂഹത്തിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അത് പറയാനുള്ള ധൈര്യമുണ്ട് ആൾക്കാർക്ക്. വേണ്ടാത്തവർ കളഞ്ഞിട്ട് പോകൂടോ. എന്നിട്ട് അയാൾ PRDS ഉണ്ടാക്കി അതിനകത്ത് കയറിയിരിക്കുന്നു. അയാൾ ക്രൈസ്തവ മതം കൊണ്ട് പോയില്ല, അയാൾക്ക് വേണ്ട, വേടക്കി കളഞ്ഞ് കത്തിച്ചിട്ട് പോയി. നീ ധൈര്യമായിട്ട് കത്തിയില്ലടാ, നീ കത്തിച്ചിട്ട് ഇസ്ലാം മതം വിടും, നീ ഇസ്ലാം മതം ഉപേക്ഷിക്കും, എന്നിട്ട് നീ വേറെ അങ്ങോട്ടെന്ന് വെച്ചാൽ പോ. അതെന്ത്? അത് വയ്യല്ലേ? കത്തിക്കാൻ അങ്ങ് ആഹ്വാനം കൊടുക്കുകയാണ് മനുസ്മൃതി.
എന്താണ് മനുസ്മൃതിയിൽ? ഗോദാഭാഗം തൊട്ട് അങ്ങേയറ്റത്തെ വെറുവാക്കലൊക്കെ അത്രയുള്ള ഒരു സാധനമാണ് അത്. അതിനകത്തുകൊണ്ട് ഉച്ചനീചത്വം. തെളിവാണെങ്കിൽ ഒരു 100 എനിക്ക് ഹാജരാക്കാൻ പറ്റും. ആ അമ്പലത്തിൽ പൂജാരിയായിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങളിലുള്ള ഈ ഉച്ചനീചത്വം നിർത്തലാക്കാൻ വേണ്ടിയിട്ട് മറ്റു മതവിഭാഗങ്ങളിലുള്ള ആളുകളെ കൊണ്ട് പൂജാരിയാക്കി വെക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് നിവേദ്യം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ ഉന്നതകുല ജാതന്മാർ വരെ അതിനകത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. ചൂത്രനാണ് നമ്മുടെ മോഹൻലാൽ. ചൂത്രൻ പോയി കാലി വന്ദിക്കുകയാണ്. ആരുടെ? ബ്രാഹ്മണന്റെ. ആരാ ബ്രാഹ്മണൻ? തന്നെക്കാൾ വയസ്സിന് കുറഞ്ഞ ഒരുത്തന്റെ കാലി പോയി തൊട്ട് തൊഴുകയാണ്. ബ്രാഹ്മണ്യം കാത്ത് രക്ഷിക്കാൻ തന്ത്രിയെ മണ്ടറ് പോയി തൊഴുകയാണ്. ആര്? മോഹൻലാൽ. ആരാ മോഹൻലാൽ? പത്മശ്രീ മോഹൻലാലാണ്. കേണലാണ്, ലെഫ്റ്റനന്റ് കേണൽ. നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ലെഫ്റ്റനന്റ് കേണൽ പോയി ഒരു തന്ത്രി തന്നെക്കാൾ വയസ്സ് കുറഞ്ഞ ഒരുത്തന്റെ കാലിയെ വീഴുന്നതാണ് ബ്രാഹ്മണ്യം. ഈ ഉച്ചനീചത്വം ഇതിനകത്തുണ്ട് മനുസ്മൃതിയിൽ. അതുകൊണ്ട് അത് കത്തിക്കേണ്ട ഗ്രന്ഥ. അന്ന് കത്തിക്കാൻ അംബേദ്കറിസം ചേർത്ത് പിടിച്ച ബ്രാഹ്മണന്മാർ വരെ ഉണ്ടായിരുന്നു. എന്താ ബ്രാഹ്മണന്മാർക്ക് അന്നത് വേണ്ടാന്ന് വെച്ചൂടെ? അവർക്ക് പ്രിവിലേജ് ഉള്ള ഒരു മതമല്ലേ? അതല്ല, ഈ മതത്തിൽ ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള തിരുത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന പൂർണ്ണ ബോധ്യം. വേദങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. വേദങ്ങൾ അനുസരിച്ച് ജീവിക്കാത്തവൻ നാസ്തികനാണ്. എന്നാൽ ആ വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത് 4 പേരെ മാത്രമേ വേദം പഠിപ്പിക്കാവുള്ളെന്നാണ്. വേദം പഠിപ്പിക്കുന്നതല്ല, വേദം അറിയേണ്ടവർ 4 പേരാണ്. വൈശ്യൻ, ശൂദ്രൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ. ബ്രാഹ്മണനെ കഴിഞ്ഞിട്ട് ആരുമില്ല, ദൈവം പോലും ഇല്ല. ദൈവം പിന്നെയാണ് വരുന്നത്. ആദ്യം ബ്രാഹ്മണനാണ് വരണം. ബ്രാഹ്മണന് പശുവിന് സുഖമാണെങ്കിൽ രോഗാചമസ്ത ചുക്കിനോ പകർത്തും. ഇതാണ്. അപ്പൊ അത് പറയുന്ന പുസ്തകം, ആ പുസ്തകമാണെങ്കിൽ അത് ചുട്ട് കളയണം. അതിൽ തർക്കമില്ലാതെ തീ കത്തിക്കേണ്ട സാധനമാണത്. അതേപോലെ സംഗതി തന്നെയാണ് ഈ പറയുന്ന ബൈബിളും. ഖുർആനിൽ എവിടെയാടാ ഈ വെച്ച് വേർതിരിവുള്ളത്? എവിടെ വേർതിരിച്ച്? നീ ഏതൊരു മുസ്ലിമിനെ പിടിച്ച് ചോദിച്ചു നോക്ക്. ഉണ്ട്, സുന്നി ചുന്നി ചിന്നി ചിന്നി ഒക്കെ ഉണ്ട്. പക്ഷെ നീ അവരോട് ചോദിച്ചു നോക്ക്, നീ സുന്നിയാണോ ഷിയാണോ? ഇങ്ങനെ പറയാ അവര്? മുസ്ലിം എന്ന് പറയും, ഇസ്ലാം എന്ന് പറയും. എവിടെയാടാ വ്യത്യാസം? ആര് വ്യത്യാസപ്പെടുത്തി? നിനക്ക് അങ്ങനെയൊന്നും ഉണ്ടായെങ്കിൽ നീ തീർച്ചയായിട്ടും പൊത്തിച്ചേണം. കത്തിച്ചേളാണോടാ, വെച്ചേക്കാൻ പാടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നീയൊക്കെ എച്ചിലുകളായിട്ടിരിക്കുകയുള്ളൂ. നീയൊക്കെ ഇത് കളയൂല. കാരണം ഞാൻ മനസ്സിലാക്കി, നീയൊക്കെ പറയുന്ന ഒരുപാട് യുവന്മാർ പറയുന്ന ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം നീയാക്കത്തായാലും ഇവൻ ഇരുന്നുകൊണ്ട് പറയുന്നത് ഇസ്ലാമിൽ ഭയങ്കര കുഴപ്പമാണ്, എല്ലാം പെണ്ണുകൂടിയമാരാണ്, എല്ലാം കുഴപ്പം പിടിച്ചവരാണ്, ഈ മുറിയന്മാർ പ്രശ്നമാണ് എന്ന് പറയുന്ന കാമിതയുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു വശമായി അവർ പറയുന്നത് ഒരുപാട് പെണ്ണ് കെട്ടുന്നതായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള എത്ര പേര് 4 5 കെട്ടിയടേ? പോട്ടെ, നമുക്ക് സിനിമാ മേഖല എടുക്കാം. ഫഹദ് ഫാസിൽ എത്ര കെട്ടി? നസ്രിയല്ലേ കെട്ടിയുള്ളൂ. മമ്മൂട്ടി എത്ര കെട്ടി? സുൽഫത്തിനല്ലേ കെട്ടിയുള്ളൂ. ആസിഫ് അലി എത്ര കെട്ടി? ഇനി അതിനകത്ത് കുറേ മുസ്ലിങ്ങൾ വേറെ ഉണ്ട്. കൊച്ചിൻ ഹനീഫ എത്ര കെട്ടി? മാമൂക്കോയ എത്ര കെട്ടി? പറഞ്ഞെന്നേ ഒന്ന് കേൾക്കാനെ കൊണ്ടാണ്. ഫഹദ് ഫാസിലിൻ്റെ അപ്പൻ ഫാസിൽ എത്ര കെട്ടി? എല്ലാം ഓരോന്നല്ലേ ഉള്ളൂ. മമ്മൂട്ടി ഒന്ന് അല്ലേ? മോഹൻലാലിനെ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ? കോഴീന്നല്ലേ പറയുക. നീ ഇപ്പുറത്തെ സൈഡിലോട്ട് വരാം. ആദ്യം നമുക്ക് കമലാസൻ ചേട്ടനെ എടുക്കാം. എത്ര എണ്ണമായി? നമ്പർ ഓഫ് എത്ര എണ്ണമായി? എത്ര പേരായി? മുകേഷ് ഇത് എത്രാമത്തവാ? മീറ്റൂവിൽ മെയിൻ ആളാണ്. എന്നാൽ ഇപ്പുറത്തുണ്ട് സിദ്ദിഖ്, ശ്രീലമ്പട, അതില്ലാന്ന് ഞാൻ പറയത്തില്ല. ഫലത്തിൽ ഒരെണ്ണം. ബാക്കിയോ എത്ര എണ്ണം അവിടെ നിൽക്കുന്നു? ദുൽഖർ എത്ര കല്യാണം കഴിച്ച്? എത്ര പേരുണ്ട്? നസീർ എക്കാലത്തെയും ഭയങ്കര സംഭവമാണ് നസീർ. എന്നിട്ട് എത്ര കെട്ടി? ഈ നമ്പർ എടുത്തു നോക്ക്. ഇപ്പുറത്തുള്ളതിൽ മുകേഷ് മാത്രമല്ലല്ലോ, ദിലീപ് എത്ര കെട്ടി? 3 ആയോ? ബാല എത്ര കല്യാണം കഴിച്ച്? 4 ആയോ? ഇനിയുണ്ട്. ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവന്മാർ എത്ര പേരുണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. മനോജ് കെ ജയൻ എത്ര കെട്ടി? ജഗതി എത്രയായി? ജഗതിയുടേത് 3 നമ്പർ പറയുന്നത്. അത് മാത്രമല്ല, ഒരു പീഡന കേസിലും പ്രതിയാണ്. ഇപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട്. ഇപ്പുറത്ത് സിദ്ദിഖ് എന്നെ, അപ്പുറത്ത് ജഗതിയുണ്ട്. എത്ര എണ്ണമായി? ഇത്രയും വൃത്തികെട്ട രീതിയിൽ നടക്കുന്നത് ഇസ്ലാം വിഭാഗത്തിലാണോ അപ്പുറത്താണോ എന്നുള്ള തെളിവാണ്. ഞാൻ ഈ നടന്മാരെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കണേ. ഇപ്പം എൻ്റെ സഹോദരൻ, എനിക്ക് 2 ആങ്ങളമാരാ. 2 പേരും ഓരോന്നേ കെട്ടിയുള്ളൂ മരുന്നിന്. അതേ ഉള്ളൂ. ഇനി വേറെ കെട്ടാമാർ ചിന്തിക്കുന്നതിന് പ്രേമമില്ല, ഒരു വൃത്തികേടും അമ്മമാരെ കയ്യിലില്ല. ഓരോന്നേ കല്യാണം കഴിച്ചിട്ട് എൻ്റെ മാമാമാർ എല്ലാവരും അങ്ങനെ. എനിക്ക് ചുറ്റുമുള്ള എത്രയോ മുസ്ലിംസ് ഉണ്ട്, ആരും 4 40 കെട്ടിക്കൊണ്ട് നടക്കുന്നവരല്ല. എന്നാൽ ആരിഫുസ എത്ര കെട്ടി? എത്രയായി? 2 എണ്ണം ലീഗലി കെട്ടി ഒഴിഞ്ഞു. അത് എച്ചുമുച്ചിലിയുമായിട്ടല്ലല്ലോ. എന്തിലാ അങ്ങനെ ചെയ്തേ? ഇപ്പം 2 എണ്ണത്തിൻ്റെ കൂടെ, ഒരെണ്ണത്തിൻ്റെ കൂടെ കുറേ നാൾ നടന്ന് അവളെ കളഞ്ഞപ്പോൾ അടുത്തൊരെണ്ണത്തിന് 4ാമത്തതിനെ കൊണ്ട് കിടന്നു. കാമിക എത്ര എണ്ണമായി? എത്ര ആയടേ? നിന്റെ കുട്ടി എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി നിന്റെ കുട്ടി, നമുക്കുള്ള കുട്ടി എന്ന് വെച്ചാൽ അവക്കൊരു കുട്ടി, അവൾക്ക് 2 കുട്ടികൾ, അവന് 2 കുട്ടികൾ, എന്നിട്ട് കുട്ടി. ഇനി അവർക്കിടയിൽ അവർക്ക് 2 പേർ കൂടെ വേറെ കുട്ടികൾ. ഇതൊന്നും പോരാതെ അവൻ്റെ ആദ്യത്തെ പെണ്ടാട്ടിക്ക് അവൾ ചിലവിന് കൊടുക്കുന്നു, ഇവൾ ആദ്യത്തെ മാപ്പിളയ്ക്ക് അവൾ തെറി കൊടുക്കുന്നു. എന്തൊക്കെയോ നടക്കും. വയസ്സുകാലത്ത് യുക്തിവാദി എന്ന് പറയണ പിന്നെ അലി എന്തോന്ന് ചെയ്തത്? അയാൾക്കും കാമിതയെ കണ്ടപ്പോൾ സാമാനം തോന്നി.
അതും ഗവൺമെൻറ് തലങ്ങളിൽ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനെന്ന വ്യാജേന എന്ന് പറയപ്പെടും. 3 മാസം അവിടെ പോയി ലിവിങ് ടുഗദർ ആയിരുന്നു. അതെന്തായിരുന്നു? അപ്പം മണപ്പിച്ച് നോക്കിയതേ ഉള്ളൂ, തൊട്ടില്ല. നമ്മളിത് വിശ്വസിക്കണം. നിനക്ക് ഈ മതം ഇഷ്ടമില്ല എങ്കിൽ, ഈ മതത്തിൽ പ്രത്യേകിച്ച് ഖുർആനിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ കത്തിയിടടാ, നീ കത്തിച്ചേരാ. പൊയ്കയിൽ അപ്പച്ചൻ കൂട്ടിയിട്ട് കുപ്പ കൂട്ടിയിടുന്ന കണക്ക് കൂട്ടിയിട്ട് കത്തിച്ച്, മറ്റേ അംബേദ്കർ ശവപ്പറമ്പ് ഉണ്ടാക്കി ശവം കത്തിക്കുന്ന കണക്ക് അദ്ദേഹം കത്തിച്ച്, നീ കത്തിച്ചിട്ട് ഇറങ്ങിപ്പോണം. അതാണ് മര്യാദ. നിൽക്കരുത്. അങ്ങനെ നിനക്കൊണ്ട് പറ്റുമോ? ധൈര്യം ഉണ്ടാ? ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നീ ആണാണെങ്കിൽ കത്തിയിടണം. നിന്നെ ഇസ്ലാമിയർ ഒരാൾ തൊടൂല, ഗ്യാരണ്ടിയാണ്. ഒരാൾ നിന്നെ ഖുർആൻ കത്തിച്ചതിൻ്റെ പേര് നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഈ മതം വേണ്ടാന്ന് വയ്ക്കും ഞാൻ. മനസ്സിലായോ? പിന്നെ ഞാൻ നിൻ്റെ ഒപ്പ. നീ ധൈര്യപൂർവ്വം ചെയ്യും. നിന്നെ ഒരാൾ തൊടത്തില്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ചെയ്യും. അത് ചെയ്താൽ ഇസ്ലാമിയർ നിന്നെ ആക്രമിക്കും എന്നാണ് നീ പറയുന്നതെങ്കിൽ നീ അത് ചെയ്ത് കാണിക്കണം. നിന്നെ ഒരാൾ ഖുർആൻ കത്തിച്ചതിൻ്റെ പേരിൽ തൊട്ടാൽ ഞാൻ നിന്റെ കൂടെ നിന്ന് ഈ മതവിമർശനവുമായിട്ട് മുൻപോട്ട് പോകും. ചെക്കാണ്. നീ ചെയ്തു നോക്ക്. ചുമ്മാ എന്തെങ്കിലും വായ്ത്താളം അടിക്കാൻ അങ്ങോട്ട് കണ എന്ന് പറയുന്നുണ്ട്. പൊയ്കയിൽ അപ്പച്ചനാണ് ഏറ്റവും വലിയ തെളിവ്. യോഹനാൻ എന്നായിരുന്നു പുള്ളിയുടെ പേര്. ഇപ്പൊ കുമാരദേവൻ എന്ന പേര് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്നത് അതൊക്കെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ പിന്നെ ശ്രീനാരായണ ഗുരു ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇത് ഈഴവന്മാരുടെ ദൈവമാണ്, ശിവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞില്ലേ. ഈ അദ്ദേഹത്തിന് പ്രതിഷ്ഠ വയ്ക്കാനുള്ള അവസരമില്ല. കാരണം അദ്ദേഹം ഈഴവരല്ലേ, ബ്രാഹ്മണന്മാർ പ്രതിഷ്ഠ നടത്തണമെന്നാണ്. ഈഴവന്മാർ വെച്ചാൽ ശരിയാവത്തില്ല. അപ്പോൾ അവിടെ പ്രശ്നം വരാതിരിക്കാൻ പുള്ളി അന്ന് നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഈഴവ ശിവനാണ്, നിങ്ങളെ ശിവൻ വേറെയാണ്, പോടാന്ന്. അതേപോലെ ഒരു ടോമാണ് ഈ യോഹന്നാൻ ചെയ്തത്. പുള്ളി പറഞ്ഞില്ലേ കുമാര ദേവനെന്നും പറഞ്ഞിട്ട് പേരിട്ടിട്ട് പൊയ്കയിൽ അപ്പച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അങ്ങേരും ബൈബിൾ കത്തിച്ച ആളാണ്, ഇത് മനുസ്മൃതി കത്തിച്ചതാണ്. ഈ ഖുർആൻ കത്തിയിടാ. ഖുർആൻ കത്തിച്ച ഒരാളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തില്ല. പെറ്റ തള്ളയ കഴുത്തിൽ കൊടുവാൾ വെച്ച് വെട്ടിക്കൊന്ന ഒരു ചെറുക്കൻ ഖുർആൻ കത്തിച്ചിട്ടുണ്ട്. ഖുർആൻ കത്തിക്കുന്നവരെ അടുത്ത് ചെയ്യുന്നത് അമ്മയെ കൊല്ലുക അല്ലെങ്കിൽ അമ്മയെ ഭോഗിക്കുക എന്നുള്ളതാണ്. നീ ആ പ്ലാനിങ് നടക്കുന്നവരാണ്. എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഒറ്റ ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞാൽ, ഞാനത് ലൈവ് ചോദിച്ചതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യും. നീ തന്നെ പറയുന്നത് ഇസ്ലാമിൽ മാതൃഭോഗം ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ പഠിച്ച നീ നിൻ്റെ ഉമ്മായി ചെയ്തിട്ടുണ്ടോ? നിൻ്റെ ഉമ്മായി ചെയ്യാൻ നിൻ്റെ മുസ്ലിമായ നിനക്ക് ഖുർആൻ പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഉമ്മായി ചെയ്തിട്ടുണ്ടോ? അത് കേട്ടുകൊണ്ട് അത് വിഷമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നീ പുറത്തു വന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ വാപ്പുമായി ചെയ്തിട്ടുണ്ടോ? നിൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാറുണ്ടോ? ഒരു ഉത്തരം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നീ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു നവോത്ഥാന നായകനെ പറ്റി പടുമോശം പറയുമ്പോൾ ഇന്ന് ഇത്രയും ഫെസിലിറ്റി, സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു കൊണ്ട് നീ 4 ഉണ്ടാക്കിയില്ലേ? അതെന്ത് അടിസ്ഥാനത്തിൽ? നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിന്റെ കാലിൽ പെരുമന്ത്, നീ ഒരുത്തൻ്റെ ചെറുവിരലിലെ പെരുമന്ത് നോക്കി പറയുന്നത് പോലെ ഇടാതെ ഉള്ളൂ. അക്കാലഘട്ടത്തിൽ അതൊരു നവോത്ഥാനമാണ്. അന്ന് ഒരുപാട് വിധവകൾ ഉണ്ടായിരുന്നു, ആണുങ്ങൾ ഉറവാ. അവർക്ക് സപ്പോർട്ടീവ് ആകുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവരാൻ പുള്ളി തന്നെ മാതൃകയായി ചില കാര്യങ്ങൾ ചെയ്തു. പുള്ളി സെക്സ് തീർക്കാൻ വേണ്ടിയിട്ട് ചെറിയ പെണ്ണുങ്ങളെല്ലാം കല്യാണം കഴിച്ചത്. അതാ ആയിഷ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല പ്രായമുള്ളവരാണ്. നല്ല പ്രായം ചെന്ന ആൾക്കാരെ തന്നെയാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. അങ്ങനെയുള്ള ആളെ മോശപ്പെടുത്തി പറയുമ്പോൾ നീ എന്താണ് ഈ കാലഘട്ടത്തിൽ 22 അല്ലല്ലോ, ആ നൂറ്റാണ്ടും കഴിഞ്ഞു. ഈ നൂറ്റാണ്ടിൽ നീ ചെയ്ത ചെയ്ത്ത് എന്താണ്? നിനക്ക് ഈ മതം വിട്ട് പോവാനും വയ്യ, നിനക്ക് ഈ മതം വേണേം താനും. ഇതിനകത്ത് നിന്നുകൊണ്ട് വേണം നിനക്ക് ഈ ഒരു ഓപ്ഷൻ, അതായത് മതം അനുസരിച്ച് കൊടുക്കുന്ന ഒരു സംഗതി, ഭാര്യയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി. ഭാര്യയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ ഭാര്യ സമ്മതം മൂളിയാൽ അത് ചെയ്യാം എന്നുള്ള ആ നിയമം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം, ഇസ്ലാമിൻ്റെ എല്ലാ ബെനിഫിറ്റും അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രം ഇസ്ലാമിൽ നിലകൊണ്ട് എച്ചിലെന്ന പേരും വെച്ചുകൊണ്ട് നീ കാണിക്കുന്ന ഈ പരാക്രമം എന്തിനാണടാ? ഒരു കോമൺ സെൻസ് ഉള്ളവനാണിത് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നീ ഇത് ആരെ പ്രകോപിപ്പിക്കുന്ന ആളുകൾ? ഒരാൾ നിന്നെ ഒന്നും ചെയ്യും. നീ ധൈര്യമായിട്ട് കത്തി ഒതു എടുത്ത് പ്രാർത്ഥനയോടുകൂടി കൈതൊടുന്നതാണ് ഖുർആനെന്ന്. അത്രയും പരിശുദ്ധമായ ഒന്നായി കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ആ വ്യക്തികൾക്ക് മനസ്സ് നോവും തീർച്ചയായിട്ടും. പക്ഷെ കത്തിക്കാനും മാത്രം അതിനകത്തൊന്നുമില്ല. ഈ രീതിയിലുള്ള ഒരു വേറുകൃത്യവും വേർതിരിവോ അതിനകത്തില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞൊരു ഒരു ഭാഗം തന്നെയുണ്ട്. അതെന്താണടാ? നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം. അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസാധ്യ കാര്യം തന്നെയാണ്. അത് നിസ്സാരവുമല്ല. അപ്പം അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ ലോകത്ത്. നിനക്ക് അങ്ങനെ വെപ്രാളം തോന്നുന്നെങ്കിൽ അത് നിൻ്റെ കുട്ടിക്കഴപ്പാണ്. ഇത് കേട്ട് അത്യാവശ്യം നല്ല സമ്പൂജ്യം അടയുന്ന കുറേ അവന്മാരുണ്ട്.
സ്വന്തം മതത്തിലെ പ്രശ്നങ്ങൾ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ മതത്തിനെ അവഹേളിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിലുള്ള മനുഷ്യർ പ്രതികരിക്കില്ല എന്നുള്ള ധൈര്യം മാത്രമാണ് നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്നത്. അതിൻ്റെ അപ്പുറം ആ മതത്തിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. സ്ത്രീകൾക്കോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു മതം ഇസ്ലാം മതമാണ്. അതിൽ ഈ മുഖം മറച്ചു കൊണ്ട് നടക്കുന്ന കുറേ പെണ്ണുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഞങ്ങളും ഒക്കെ ഇസ്ലാമാണ്. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കുഴവുമില്ല. ഞാനൊക്കെ ഇതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് അനുഭവിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ്. കുല എന്നും ഫസഹ് എന്നും പറയുന്ന ഏറ്റവും ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു സാധനം വേറെ ഒരു മതത്തിലുമില്ല. എല്ലാ മതത്തിലും കട്ടുപാടാണ്. സ്വതന്ത്ര ബോധത്തോട് ചിന്തിക്കാനും പെരുമാറാനും പ്രവർത്തിക്കാനുമുള്ള റൈറ്റ്സ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ഏക മതം ഇസ്ലാം മതമാണ്. അതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഒരു ബോധവും പരബോധവും ഇല്ല. 13 വയസ്സുള്ള കുട്ടി അവൻ്റെ കൂടെ ഓടിപ്പോയി. ആ പ്രായങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫാക്ച്വേഷനാണ്. അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആണ് അതിനകത്ത് എടുക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രാപ്തരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം ഇല്ലാണ്ടാകും. അങ്ങനെ നമുക്ക് പറയാനും പ്രവർത്തിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യക്തമായി അത് പഠിച്ച ഒരാളും അതിനെ തള്ളി പറയുകയോ മോശം പറയുകയോ ചെയ്യില്ല. മറ്റേത് മത ബുക്കുകളെക്കാളും വ്യത്യസ്തമായി നിൽക്കുന്നതാണ് ഇസ്ലാം മതം, ഖുർആൻ. അത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിനക്ക് മതം വിടാൻ ബുദ്ധിമുട്ട്. അംബേദ്കർ ചെയ്തതുപോലെ കത്തിച്ചു കളാം, എന്നിട്ട് മതം വിട്ട് ബുദ്ധമതം സ്വീകരിച്ചു. നീയും പോ ബുദ്ധമതം സ്വീകരിക്കും. പൊയ്കയിൽ അപ്പച്ചൻ ചെയ്ത കണക്ക് കത്തിച്ചു കളയണം, കത്തിച്ചു കളയും. അങ്ങേരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്തേലും വലിയ ഇത് കത്തിച്ചു കളയണോ? കത്തിച്ചു കളഞ്ഞിട്ട് അങ്ങേരും ഉണ്ടാക്കി PRDS. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി പുള്ളി ഇതോ അവിടെ ദൈവമായിട്ട് കയറിയിട്ടുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ എന്നാ പേര്. പറയ സമുദായത്തിൻ്റെ ആൾക്കാരാണ് അവർ. പ്രത്യേകിച്ചൊരു ദൈവമാണ്. അങ്ങേർക്കൊരു മതവും ഉണ്ട്. നീ ഒരെണ്ണം ഉണ്ടാക്കി മാറിപ്പോടാ. എച്ചിൽ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരെണ്ണം ഉണ്ടാക്കി മാറിപ്പോ. അതാണ് അന്തസ്. നിങ്ങൾ കത്തിക്കൂ, നിങ്ങൾ കത്തിക്കൂ, നിങ്ങൾ കത്തിക്കൂ എന്നല്ല, നീ കത്തീര്. നീ ആണാണെങ്കിൽ കത്തീരിടാ. എടാ നിന്റെ സുനായ്ക്ക് വർക്കൗട്ട് ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള സാഹചര്യമാണ് ഷെഫീനെ പറഞ്ഞ് ചാലഞ്ചാണ്. നിനക്ക് ചുണയുണ്ടെങ്കിൽ കത്തീര്. നിന്നെ ഒരാളും തൊടൂല. ഞാനാണ് ഗ്യാരണ്ടി. ഒരാൾ നിന്നെ ഉപദ്രവിക്കില്ല, അത് ഉറപ്പാണ്. ഇസ്ലാമിൽ നിന്ന് ഒരാൾ നിന്നെ ഉപദ്രവിക്കും. നീ ധൈര്യമായിട്ട് കത്തിക്കും. പക്ഷെ നിനക്ക് പിട്ടുക്ക് വിറയ്ക്കും. എന്ന് വെച്ചാൽ നിന്റെ ഉള്ളിലുണ്ട് ആ സാധനം. മനസ്സിലായ? നിനക്ക് നല്ല ബോധ്യമുണ്ട്. ഖുർആൻ അതിനൊന്നും ഈ പറയുന്ന ഒരു സാധനത്തിൻ്റെ കൂടെ ലിങ്ക് ചെയ്യാനോ പറയാനോ പറ്റാത്തൊരു സംഗതിയാണ് എന്നും അതിനകത്ത് മനുഷ്യർക്ക് തുല്യമാണ് എന്നും. അത് തന്നെയാണ് ബാങ്ക് വിളിയുടെ കാര്യത്തിലും പറയുന്നത്. ബാങ്ക് വിളി അതാണ്. ഏക ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ബാക്കി എല്ലാവരും സമന്മാരാണ്. പ്രാർത്ഥിക്കുവിൻ, ഉണരുവിൻ, സമാധാനപൂർണ്ണമായി ജീവിക്കുവിൻ എന്ന ആഹ്വാനം കൊടുക്കുന്നതിനെ പോലും വൽക്രീകരിച്ച് വൃത്തികേടാക്കുന്ന രീതിയാണ്. മനുസ്മൃതിയിൽ പറയുന്ന മറ്റൊന്നാണ് ഗോ ബ്രാഹ്മണ അഭ്യ ശുഭമസ്തു നിത്യ. ഗോ ബ്രാഹ്മണൻ ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. മറ്റിടത്തും അങ്ങനെ തന്നെയാണ്. ഞാനാണ് ഏകദൈവം, വേറെ എല്ലാം വേറെ എന്തൊക്കെയാണ്. അതില്ലാത്ത ഒരിടത്തേ ഉള്ളൂ. കമ്പാരിസൺ തന്നെ നടത്തണം. കമ്പാരിസൺ എല്ലാം പഠിക്കണം. എല്ലാം പഠിച്ചിട്ട് വർത്തമാനം പറയണം. അവിടെ വായ്ത്താളം അടിക്കാൻ ആരെ കൊണ്ടും പറ്റും. ജീവിച്ച് കാണിക്കണം. ഇവിടെയുള്ള ആർക്കും ഈ കമ്പൽസറിയോ ഈ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നിനക്കതുണ്ട്. എന്തുകൊണ്ടാണ്? വ്യഭിചരിച്ച് ജീവിക്കാൻ സാധിക്കണം. അതിന് മുസ്ലിം ഒരു പ്രശ്നമാണ്. അതൊരു കട്ടുപ്പാട് ജീവിക്കുന്ന ഒരു മതമാണ്. ആ മതം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മര്യാദ ഉണ്ടായിരിക്കണം. ആ മര്യാദ നിനക്കില്ല. നിനക്ക് വ്യഭിചരിച്ച് ജീവിക്കണം. അതിന് നീ അപ്പുറത്ത് ചാടി. ഇസ്ലാം മതത്തിലെ ഒരു നിയമത്തിനെ വക്രീകരിച്ചുകൊണ്ട് ആ സ്ത്രീകളെ പറ്റിച്ചുകൊണ്ട് നീ വീണ്ടും കിട്ടുന്നു. ആ പെണ്ണുങ്ങൾക്ക് ബോധമില്ലാണ്ട് അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാന്നുള്ള ബോധം അവർക്കുണ്ടെങ്കിൽ അവർ നിനക്ക് ടാറ്റി നിൽക്കും. നിന്നെ വേണ്ട എന്നുള്ളതുകൊണ്ട് അവരുമാരും ഉണ്ടായിരിക്കും. ഞാനെങ്ങാനാണെങ്കിൽ വാലിച്ച് ചവിട്ടി കീറിയിട്ടുണ്ടാവും നിന്നെ. എനിവേ, ഇവൻ്റെ ഈ വായ്ത്താളം കേട്ടിട്ട് ഇതിന് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റാത്തവർ ഇവനെ എടുക്കാതിരിക്കുക. എടുത്താൽ ആപ്റ്റായ മറുപടി കൊടുക്കുക. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വെറും ജോലി ചെയ്യാൻ വേണ്ട വിയർപ്പിൻ്റെ അസുഖമുള്ള എച്ചക്കല നാറിയിരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ വെറുതെ ടെമ്പർ ലൂസാക്കല്ലേ. അവനെ കൊണ്ടൊരു വാക്യം കൊള്ളത്തില്ല എന്നും അവൻ ഒരു രീതിയിലുള്ള ഒരു സോഷ്യൽ റിഫോർമേഷനും അല്ല നടത്തുന്നതെന്ന് ഇതിനകത്തുനിന്ന് വ്യക്തമല്ലേ. ഖുർആൻ കത്തിക്കുകയോ ബൈബിള് കത്തിക്കുകയോ മനുസ്മൃതി കത്തിക്കുകയോ ഒക്കെ ചെയ്തവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു. അവരത് ചെയ്തിട്ടുണ്ട്. ഖുർആൻ കത്തിച്ചവൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അവൻ്റെ അമ്മയെ വെട്ടിക്കൊല്ലണം. അതുകൊണ്ട് അവൻ ഖുർആൻ കത്തിച്ചു. ഖുർആൻ കത്തിക്കണമെന്ന് ചിന്തിക്കുന്നവൻ്റെ ഉള്ളിലും അതാണ്. സാത്താനാണ്, പിശാചാണ്. മറ്റവരങ്ങനെയല്ല. അവർക്ക് ഈ ഉച്ചനീചത്വം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പൊയ്കയിൽ അപ്പച്ചൻ ചെയ്തത്. മനുസ്മൃതി കത്തിച്ചപ്പോഴത്തേക്ക് അംബേദ്കറും ചെയ്തത്. അവരതിൻ്റെ വിക്ടിംസാണ്, ഇരകളാണ്, പീഡിത വർഗമായിരുന്നു. ആ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് അവർ ആ പുസ്തകങ്ങൾ കത്തിച്ചു കളയാനൊരു ന്യായമുണ്ട്. ഇവൻ ഇത് വായ്ത്താളമാണ്. എടാ, നവോത്ഥാനം ഉണ്ടാക്കാൻ ഇറങ്ങുമ്പം അല്പം കോമൺ സെൻസും കൂടെ വേണം. ബോധവും ബുദ്ധിയും വിവരമുള്ള ഉപ്പുറത്ത് നിൽക്കുന്നുള്ള ബോധം നിനക്ക് വേണം. കേട്ടടാ മരവൂളെ. ധൈര്യം ഉണ്ടെങ്കിൽ കത്തിയിരടാ. ചെക്ക്. നീ ആണാണെങ്കിൽ കത്തിയിരടാ. കത്തിച്ച് കാണേര്. ചുണയുണ്ടെങ്കിൽ കത്തിയിര്.